Direct marketing. Direct marketing, this is the beginning English adopted by the service firm to their communication. Direct marketing ആണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിലുള്ള മെയിനായിട്ടുള്ള the advantages over mass marketing as many personalization. Unlike communication for mass marketing, here personalization of the message, മെത്തേഡ്, ടെക്നിക് ഓർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ. അതായത് ഇവിടെ എന്താ മാസ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഓരോരുത്തർക്കും മാസമായിട്ടാണ് ആ ഓഡിയോ കാര്യങ്ങളൊക്കെ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് അത് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോരുത്തർ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പേഴ്സണലൈസായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആ വെക്കാബുലറി, ആർട്ടിക്കുലേഷൻ, ഡെപ്ത് ഓഫ് കൺസെപ്റ്റ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി കോസ്റ്റ് ഇഫക്റ്റ്, ഇറ്റ് ബിക്കംസ് പ്രൊഹിബിറ്റീവ്ലി എക്സ്പെൻസീവ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം സർവീസ് മാർക്കറ്റ് ടു യൂസ് മാസ് മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മാസ് മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ഓഡിയൻസിന് മുഴുവനായിട്ട് എല്ലാവർക്കും ഒരേപോലെ സൂട്ടബിൾ ആവില്ല, എന്നാലും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും. ദെൻ ഈവൺ ഇഫ് യൂസർ ഇറ്റ് മേ ബി സ്യൂട്ട് ടു ഹിസ് പർപ്പസ് റീച്ചിങ് ദ ടാർഗറ്റ് ഓഡിയൻസ്, എസ്പെഷ്യലി ഇഫ് ദേ ആർ നിച്ച് സെഗ്മെൻറ്റ്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അത് മെസ്സേജ് തന്നിരുന്നു കോവിഡിൻ്റെ സമയത്ത്. പക്ഷേ അതിൽ കോവിഡ് വന്നിട്ടുള്ള ആൾക്കാർ കുറച്ച് ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മളെ സംബന്ധിച്ച് അത് ഈ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരുന്നു ആ കാര്യം. ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്, നമുക്ക് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്നു. ഇന്നബിലിറ്റി ടു ചാനൽ ദ കസ്റ്റമേഴ്സ് ഇഫക്റ്റീവ്ലി. സിൻസിയർ ഫീഡ്ബാക്ക് യു യൂസ്ഡ് സർവീസ് മാർക്കറ്റ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ഫൈൻ ട്യൂണിങ് ഓഫ് സർവീസ് ബ്ലൂ പ്രിൻ്റ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക്, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഡയറക്റ്റ് ഇപ്പോൾ ആ മാസ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. ഡയറക്റ്റ് മെയിൽ ഓർ ഡാറ്റാ ബേസിങ്, പ്രസൻറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഒരു മെയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അയക്കാം, മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഇവിടെ മാസ് മാർക്കറ്റിങ്ങിൽ ചെയ്യുന്നത് കേട്ടോ. അതാണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മെയിൽ അയക്കുക, നോട്ടീസ് ഇറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദ മേജർ അസറ്റ്സ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ് ഇൻക്രീസ് മാർക്കറ്റ് പെനട്രേഷൻ, നമുക്ക് എല്ലായിടത്തേക്കും എത്താൻ പറ്റുന്നു. എന്ത് ചെയ്യുന്നു, എക്വയർ ഫ്രം ദ അതേഴ്സ്, നമുക്ക് ദ മാർക്കറ്റ് ക്യാൻ ഐദർ ഗ്യാദർ ദ ഡാറ്റാബേസ് ഹിംസെൽഫ് ഓർ അക്വയർ ഫ്രം ഇറ്റ് അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട്, ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ മെസ്സേജ് അയക്കണം. മെയിൽ ഓർഡർ ഓർ കാറ്റലോഗ് ചെയ്യുന്നു. ഡയറക്റ്റ് സെല്ലിങ്, റെസ്പോൺസ്, ടെലിമാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ്, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർമിഷൻ മാർക്കറ്റിംഗ് എന്നുള്ള ഇഷ്യൂ വരുന്നുണ്ട്. അതായത് നമ്മൾ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കുകയാണ്. നമ്മൾ എവിടുന്ന് ഫോൺ നമ്പർ കിട്ടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൃത്യമായിട്ട് അവരിനൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ.